കുറെ സമയമായി ക്യാപ്റ്റൻസി ടാസ്ക് വളരെ ബോറായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ശോകമെന്ന് പറഞ്ഞാൽ വെറും ശോകമായ ഒരു ക്യാപ്റ്റൻസി ടാസ്ക്. അതിനിടയിലേക്കായിരുന്നു നെവിന്റെ രംഗപ്രവേശനം. നെവിൻ ടാസ്കിനിടയിലേക്ക് കയറിയതോടുകൂടി ടാസ്കിന്റെ ലെവൽ അങ്ങ് മാറി. സത്യം പറഞ്ഞാൽ അനുമോളെ പ്രൊവോക്ക് ചെയ്യുവാനായിരുന്നു നെവിൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആര്യനും സാബുമാനും അനുമോളും ഭക്ഷണം കഴിച്ച് പാത്രം കഴുകുന്നതിനിടയിലേക്ക് നെവിൻ കയറി ചെല്ലുകയായിരുന്നു. നെവിൻ വെസൽ ടീം ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ നെവിൻ ആ സമയം പാത്രം കഴുകുവാൻ ഉപയോഗിച്ചു. 3 പേരും നിരന്നു നിന്നതുകൊണ്ട് തന്നെ അവരുടെ ഗ്യാപ്പിലേക്കായിരുന്നു നെവിൻ കയറിയത്. അപ്പോൾ നെവിന്റെ വയറുകൊണ്ട് ആ കയർ അവിടെ ബ്ലോക്ക് ആവുകയായിരുന്നു. നെവിനോട് മാറാൻ പറഞ്ഞപ്പോൾ നെവിൻ പറഞ്ഞു, ഞാൻ പാത്രം കഴുകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് പറഞ്ഞപ്പോൾ സാബുമാനും ആര്യനും ഓക്കെ ആയിരുന്നു. എന്നാൽ അനുമോൾക്ക് ഒട്ടും സഹിച്ചില്ല. അനുമോൾ പറഞ്ഞു, എനിക്ക് പറ്റില്ല നെവിനെ, നീ അവിടെ നിന്ന് മാറി, ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നെവിൻ പറഞ്ഞു, എന്റെ പാത്രങ്ങൾ മുഴുവൻ കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ, അല്ലെങ്കിൽ പോകാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്ക് എന്നായിരുന്നു അനുമോളോട് പറഞ്ഞിരുന്നത്. ഇതിനിടയിൽ പാത്രങ്ങളെല്ലാം കഴുകുമ്പോൾ അനുമോളുടെ മേലേക്ക് ഇടയ്ക്കിടെ വെള്ളം കുടഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു നെവിൻ. അനുമോൾക്ക് ശരിക്കും ട്രിഗറായി. ഒരുപാട് നേരം അനുമോൾ അവിടെ നിന്ന് ഷൗട്ട് ചെയ്തു. എന്നാൽ നെവിനല്ലേ ആള്. നെവിൻ അനുമോളെ ട്രിഗർ ചെയ്തുകൊണ്ടേ നിന്നു. ഒരു രക്ഷയുമില്ലാതെയായപ്പോൾ അവർ 3 പേരും നെവിന്റെ അടുത്ത് നിന്ന് ആ കയറൊന്ന് ഊരി മാറ്റുവാൻ ശ്രമിച്ചു. നെവിന്റെ ഉള്ളിലൂടെ കയറ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ നെവിൻ വീഴുന്ന പോലെ ആക്ഷൻ കാണിച്ച് കിച്ചണിലേക്ക് അങ്ങോട്ട് വീഴുകയായിരുന്നു. പിന്നെ എന്ത് വന്നാലും വിടില്ല എന്ന വാശിയോട് കൂടി നെവിൻ അവിടെ കിടക്കുകയായിരുന്നു. ഒരു രക്ഷയുമില്ല. എത്രയോ മണിക്കൂറുകളോളമാണ് നെവിൻ അവിടെ കിച്ചണിൽ കിടന്നത്. നെവിൻ എണീക്കാതെ അവർക്ക് അവിടെ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. നെവിൻ കിടക്കാൻ തുടങ്ങിയപ്പോൾ ആര്യനും നെവിന്റെ അടുത്ത് കിടന്നു. മറ്റുള്ള 2 പേരും അവിടെ ഇരിക്കുകയായിരുന്നു. കാണികളായി മറ്റുള്ള ഹൗസ്മേറ്റ്സും വന്നു നിന്നു. എല്ലാവരും ചെയറും പില്ലോയും എല്ലാം വാങ്ങിക്കൊണ്ടായിരുന്നു അവിടെ വന്ന് ഇരുന്നത്. അനുമോൾ ഒരുപാട് തവണ പറഞ്ഞു നോക്കി. ഒരുപാട് തവണ നെവിനെ പ്രാകുകയും ചീത്ത പറയുകയും എല്ലാം ചെയ്തു. എന്നാലും നെവിന് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ക്യാപ്റ്റനായ ആദിലയോട് അനുമോൾ ഒന്ന് നെവിനെ മാറ്റാൻ പറഞ്ഞു. ഒരുപാട് തവണ നെവിനോട് പറഞ്ഞു നോക്കിയെങ്കിലും നെവിൻ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അനുമോളോട് പറഞ്ഞു, ഇവനെ എനിക്ക് പിടിച്ച് മാറ്റാനൊന്നും പറ്റില്ല, ഞാൻ പറഞ്ഞു നോക്കി, അവൻ മാറാത്തത് നീ കണ്ടില്ലേ എന്ന്. പലതവണ അനുമോൾ ബിഗ് ബോസിനെ വിളിച്ചു നോക്കി. എന്നാൽ ബിഗ് ബോസും മൈൻഡ് ചെയ്യുന്നില്ല. ഇടയ്ക്കിടെ അവർ വലിക്കാനെല്ലാം നോക്കുമ്പോൾ ചെറിയ കയ്യാങ്കളിയിലേക്ക് മാറുന്നത് കണ്ടപ്പോൾ ബിഗ് ബോസ് ആ സമയം അനൗൺസ് ചെയ്തു, കയ്യാങ്കളിയൊന്നും പാടില്ല എന്ന്. അല്ലാതെ നെവിനോട് എണീക്കുവാനൊന്നും ബിഗ് ബോസ് പറഞ്ഞില്ല. നെവിന്റെ കളികളെല്ലാം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അക്ബർ നെവിനായി പില്ലോയെല്ലാം കൊണ്ടുപോയി കൊടുത്തു. നെവിൻ കിച്ചണിൽ കിടക്കുകയായിരുന്നു. മറ്റുള്ളവരും അവിടെ കിടക്കുവാൻ തുടങ്ങി. എത്രയോ സമയമാണ് അവർ അവിടെ നേരം കൂട്ടിയത്. അവസാനം 3 പേരുടെയും കൈയെല്ലാം വേദനിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ ബിഗ് ബോസിനോട് പറഞ്ഞു, ബിഗ് ബോസ് എന്തെങ്കിലും ഒന്ന് ചെയ്യ് എന്ന്. ആ സമയം നെവിൻ പറഞ്ഞു, വെറും 3 പാത്രം കഴുകാനുള്ള ക്ഷമ അനുമോൾക്കുണ്ടായിരുന്നില്ല. അവളൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഇത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഈ ടാസ്ക് തന്നതുപോലും നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാനാണ്. അപ്പോൾ വെറും 3 പാത്രം കഴുകാനുള്ള ക്ഷമ പോലും നീ കാണിക്കാത്ത സ്ഥിതിക്ക് നീ ഇവിടെ തന്നെ ഇരുന്നോ, അല്ലെങ്കിൽ നീ എന്നോട് മാപ്പ് പറ എന്ന് പറഞ്ഞു. എന്നാൽ അനുമോളുണ്ടോ നെവിനോട് മാപ്പ് പറയുന്നത്? എന്ത് വന്നാലും അനുമോൾ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞു. ഇനി രാത്രി മുഴുവൻ കിച്ചണിൽ ഇരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നോട് മാപ്പ് പറയില്ല എന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. പിന്നെ ഒരുപാട് സമയമെല്ലാം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ക്യാപ്റ്റൻസി ടാസ്കിന് ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ, ക്യാപ്റ്റൻസി ടാസ്ക് നന്നായി നടക്കുന്നുണ്ടോ എന്ന് ക്യാപ്റ്റൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരു അനൗൺസ്മെന്റ് വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ആദില പോയി നെവിനോട് പറഞ്ഞു, എണീക്ക് നെവിൻ എന്ന് പറഞ്ഞപ്പോൾ നെവിൻ പതുക്കെ എണീക്കുവാൻ തുടങ്ങി. ഒരുപാട് നേരമായിരുന്നു നെവിൻ അവരെ അവിടെ പിടിച്ചു ഇരുത്തിയത്. ശരിക്കും ആ ക്യാപ്റ്റൻസി ടാസ്ക് ഒരു ഇൻട്രസ്റ്റ് ആയത് നെവിൻ വന്നപ്പോഴായിരുന്നു. ഇടയ്ക്കിടെ അനുമോൾ ആദിലയോട് ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. ആ സമയം ആദില പറഞ്ഞു, നിനക്ക് ഒന്ന് ക്ഷമിച്ചാലെന്താ, അവൻ ആ പാത്രം കഴുകി പോകാമെന്ന് പറഞ്ഞിട്ടും മറ്റുള്ളവർക്കില്ലാത്ത പ്രശ്നമല്ലായിരുന്നു നിനക്ക്, നീ അനുഭവിച്ചോ എന്നായിരുന്നു ആദില അനുമോളോട് പറഞ്ഞിരുന്നത്. എന്തായാലും 3 പേരും കൈകളെല്ലാം വേദനിച്ചാലും ആ കയറ് വിടാതെ നിൽക്കുകയായിരുന്നു. കാണുമ്പോൾ വളരെ നിസാരമായി തോന്നുമെങ്കിലും കുറച്ച് പണിപ്പെട്ടിട്ടാണ് അവർ ആ ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.